1987 മോഹൻലാലിന്റെ പട്ടണപ്രവേശം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന കാലം. ഷൂട്ടിംഗ് സെറ്റിൽ താൽക്കാലിക ഡ്രൈവറായെത്തിയ പെരുമ്പാവൂരുകാരന് മോഹൻലാലിന്റെ സാരഥിയാകാനുള്ള ഭാഗ്യം കിട്ടി. പിന്നീട് മൂന്നാം മുറ സിനിമാ ഷൂട്ടിംഗ് കാണാനെത്തിയ ആ പയ്യനെ ലാലേട്ടൻ തിരിച്ചറിഞ്ഞ് അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, പോരുന്നു എന്റെ കൂടെയെന്ന്. അന്നു മുതൽ ഇന്ന് വരെ മോഹൻലാലിന്റെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായി മാറിയതാണ് ആന്റണി പെരുമ്പാവൂർ. ഇന്ന് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഹിറ്റ് നിർമ്മാതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. മോഹൻലാലിന് ആന്റണി പെരുമ്പാവൂർ എന്ന പോലെയാണ് മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ജോർജ്. മമ്മൂക്കയുടെ മേക്കപ്പ് മാനായി വന്ന് പിന്നീട് മമ്മൂട്ടിയുടെ നിഴൽ പോലെ അന്നു മുതൽ ഇന്ന് വരെ ഒപ്പമുള്ള ജോർജ്. ാണ് ആ സൗഹൃദത്തിന്റെ തുടക്കം. അന്ന് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത നീലഗിരി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. മമ്മൂക്കയുടെ മേക്കപ്പ് മാൻ ആയിരുന്നത് മലയാളത്തിലെ അക്കാലത്തെ സജീവ മേക്കപ്പ് മാൻ ദേവസിയായിരുന്നു. അച്ഛൻ മമ്മൂക്കയ്ക്ക് മേക്കപ്പ് ഇടുന്നത് നോക്കി അന്ന് ജോർജും അടുത്തുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ജോർജ് അച്ഛന്റെ കൂടെ ഷൂട്ടിംഗ് സെറ്റിൽ എത്താറുണ്ട്. അങ്ങനെയായിരുന്നു അന്ന് ജോർജ് നീലഗിരി സെറ്റിലെത്തിയത്. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവസിയോട് മമ്മൂട്ടി ചോദിച്ചു, ജോർജിനെ എനിക്കൊപ്പം അയച്ചുകൂടെ എന്റെ മേക്കപ്പ് മാൻ ആയിട്ടെന്ന്. ആന്റണി പെരുമ്പാവൂരിനോട് മോഹൻലാൽ പോരുന്നോ എന്റെ കൂടെ എന്ന് ചോദിച്ച പോലെ ജോർജിനെ എനിക്കൊപ്പം അയച്ചൂടെ എന്ന ചോദ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് മമ്മൂക്കിക്കൊപ്പം എപ്പോഴും ജോർജ് ഉണ്ടായിരുന്നു. ആദ്യമായി അദ്ദേഹത്തിന് മേക്കപ്പ് ഇടുമ്പോൾ ജോർജിന് കൈ വിറച്ചിരുന്നുവെന്നും അന്ന് പേടിക്കാതെ ധൈര്യത്തോടെ മേക്കപ്പ് ഇടൂ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയാണ് ആശ്വസിപ്പിച്ചതെന്നും ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിനിമകളിലെ മേക്കപ്പ് മാൻ ആയിട്ടായിരുന്നു തുടക്കമെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആവാൻ അധിക സമയം വേണ്ടി വന്നില്ല ജോർജിന്. മമ്മൂട്ടി ഓരോ തവണ ബിഗ് സ്ക്രീനിൽ തിളങ്ങുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പല മമ്മൂട്ടി കഥാപാത്രങ്ങൾക്കുമൊക്കെ പിന്നിൽ ജോർജിന്റെ മേക്കപ്പിനും വലിയൊരു സ്ഥാനമുണ്ട്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ വ്യത്യസ്ത വേഷങ്ങളിൽ മമ്മൂട്ടി പകർന്നാടിയപ്പോൾ ആ 3 കഥാപാത്രങ്ങളെയും വെവ്വേറെ നിലനിർത്തിയ മേക്കപ്പിനും നിറഞ്ഞ കയ്യടിയായിരുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മമ്മൂട്ടി എന്ന നടൻ 400 സിനിമകൾക്ക് മുകളിൽ അഭിനയിച്ചെങ്കിൽ അതിലെ പകുതിയിലധികം കഥാപാത്രങ്ങളെ വ്യത്യസ്തമാക്കിയത് ജോർജിന്റെ കരവിരുതാണ്. മലയാളത്തിലെ തന്നെ ഏറ്റവും സുന്ദരനായ മമ്മൂക്കയുടെ ലുക്ക് ഓരോ തവണ കൂടുതൽ ഭംഗിയാക്കുന്നത് ജോർജിന്റെ മാജിക്കൽ ടച്ച് കൊണ്ടാണ്. അന്ന് 1991 മുതൽ മമ്മൂട്ടിക്കൊപ്പം മേക്കപ്പ് മാനായും സന്തത സഹചാരിയായും ജോർജ് കൂടെയുണ്ടായിരുന്നു. സിനിമയിലെത്തിയ ജോർജ് നിർമ്മാണ രംഗത്തും സജീവമാണ്. ഷാഫി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം മായാവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ജോർജ്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഇമ്മാനുവൽ എന്ന സിനിമ സിൻസിൽ സെല്ലുലോയിഡ് എന്ന ബാനറിൽ നിർമ്മിച്ചിരുന്നത് ജോർജ് ആയിരുന്നു. മമ്മൂക്കയും പാർവതി തിരുവോത്തും വേഷമിട്ട പുഴു എന്ന ചിത്രം നിർമ്മിച്ചതും ജോർജാണ്. മമ്മൂക്കയുടെ ഓരോ മാനറിസവും ജോർജിന് പരിചിതമാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയെ കാണാൻ വരുന്നവർ ആദ്യം കാണുന്നത് ജോർജിനെയാണ്. മമ്മൂക്ക ഏത് മൂഡിലാണെന്ന് മനസ്സിലാക്കാൻ ജോർജിന് ഒറ്റ നോട്ടം മതിയെന്നാണ് പറയാറ്. ഒരു നടനും മേക്കപ്പ് മാനും തമ്മിലുള്ള ബന്ധത്തിനപ്പുറമാണ് ഇരുവരുടെയും സൗഹൃദം.